ഹലോ 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 എന്താ മോളെ കാക്കയുടെ എന്തെടുത്തിരിക്കുകയാണോ? ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിക്കായിരുന്നു. എന്തായാലും ഇലക്ട്രിക് ലൈൻ നോക്കിയിട്ടല്ലേ ആലോചിക്കണേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? പറയാ. ഈ ബിൽഡിങ്സും ഇലക്ട്രിക് ലൈനും തമ്മിൽ എത്ര ഡിസ്റ്റൻസിലാണ് കൊടുക്കുന്നതെന്ന് എനിക്കറിയോ? അതൊന്നും എനിക്കറിയില്ല. നമ്മള് KCB വിളിച്ചു പറയും കറണ്ട് വേണമെന്ന്. അവര് കൊണ്ടൊന്ന് തൂണൊക്കെ നാട്ടി ലൈനൊക്കെ വലിച്ചങ്ങ് പോകും. പക്ഷെ ഇത് അങ്ങനെയൊന്നല്ല, ഇതിനൊക്കെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മീഡിയം വോൾട്ടേജ് ലൈൻസ് ലോ വോൾട്ടേജ് ലൈൻ ആകുമ്പോൾ നമ്മുടെ ബിൽഡിംഗിൽ നിന്ന് ഒരു മിനിമം വെർട്ടിക്കൽ ക്ലിയറൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് 2.5 മീറ്റർ ആണ്. ഇനി ഹൊറിസോണ്ടൽ ക്ലിയറൻസ് ആണെങ്കിൽ അത് 1.2 മീറ്റർ ആയിട്ട് മാറും. അപ്പൊ ഈ ഡിസ്റ്റൻസ് തന്നെയാണ് എല്ലാ ബിൽഡിംഗിലും നമ്മൾ കൊടുക്കേണ്ടത്. ഇതിപ്പോ ഞാൻ പറഞ്ഞത് ലോ ആൻഡ് മീഡിയം വോൾട്ടേജ്. അപ്പൊ നമ്മുടെ നോർമൽ വീടുകൾക്കൊക്കെ അത്രയല്ലേ വേണ്ടു. ഇനിയിപ്പോ ഒരു 33,000 വോൾട്ട് ഒക്കെ വരെ വരുന്ന ഹൈ വോൾട്ടേജ് ലൈൻ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് വെർട്ടിക്കൽ ക്ലിയറൻസ് മിനിമം ഒരു 3.7 മീറ്റർ വരെ കൊടുക്കാൻ പറ്റും. അവിടെ ആവുമ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ക്ലിയറൻസ് കൊടുക്കുക 2 മീറ്റർ ആയിട്ടാണ്. ഓ, ഇങ്ങനെ കണക്കൊക്കെ ഉണ്ടല്ലേ. എന്തായാലും മാനം നോക്കിയിരുന്ന് 2 ക്വസ്റ്റ്യൻ കിട്ടി.